Network News is brought to you in association with Pavan Gold House, Old Bus Stand, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനിതകൾക്കായി ജനറൽ വിഭാഗത്തിൽ 7 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഖാദി കേന്ദ്രങ്ങൾക്ക് ചർക്ക വിതരണത്തിലൂടെ പ്രസ്തുത മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ അഭിവൃദ്ധിയും. കാർഷിക മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ്. വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് പാർക്ക് ഒരുക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ വൈവിധ്യങ്ങളായ പദ്ധതികളും ബജറ്റിൽ. അതിദരിദ്ര കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കാൻ ഗുൽമോഹർ പദ്ധതിയൊരുക്കാനുള്ള നിർദ്ദേശവുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ്. ചെറുതാഴത്തൊരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലൂടെ 30-ലേറെ കുടുംബങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കും. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ 2024 കോൺഗ്രസ് നേതൃശില്പശാല. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് ഭവനിൽ നടന്ന ശില്പശാല കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രമുറ്റത്ത് ആനപ്പന്തൽ ഉയർന്നു. 4 വലിയ തൂണുകളിലായി ഉയർന്നു നിൽക്കുന്ന പന്തൽ കളിയാട്ടക്കാലത്തെ ചടങ്ങിനൊപ്പം സമ്മാനിക്കുന്നത് മനോഹരമായ ദൃശ്യാനുഭവം. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ്. 32,78,325 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അവതരിപ്പിച്ചത്. വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് പാർക്ക് ഒരുക്കാനുള്ള നിർദ്ദേശമുൾപ്പെടെ വൈവിധ്യങ്ങളായ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വനിതകൾക്കായി ജനറൽ വിഭാഗത്തിൽ 7 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഖാദി കേന്ദ്രങ്ങൾക്ക് ചർക്ക വിതരണത്തിലൂടെ പ്രസ്തുത മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ അഭിവൃദ്ധിയും ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നു. ശിങ്കാരിമേളം, ബാൻഡ് മേളം എന്നിവയിലൂടെ പരിശീലനവും ഉപകരണ വിതരണവും നടത്തി 4 കലാസംഘങ്ങൾ രൂപീകരിച്ച് 51 വനിതകൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിലൂടെ 51 കുടുംബങ്ങളുടെ സ്വയം പര്യാപ്തത കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. സന്തോഷത്തിൽ മുതൽ മുടക്കുക, ഇൻവെസ്റ്റ് ഇൻ ഹാപ്പിനെസ് എന്നത് ഗുണപരമായ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ബജറ്റ് കാണുന്നത്. കാർഷിക മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഊന്നൽ നൽകിയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. 8,30,44,465 രൂപ വരവും 7,97,66,140 രൂപ ചെലവും 32,78,325 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനവും പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചുള്ള സംരംഭങ്ങളും രൂപീകരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. ഉൽപാദന മേഖലയ്ക്കാകെ 96,83,680 രൂപയും സേവന മേഖലയ്ക്ക് 3,15,98,460 രൂപയും വകയിരുത്തിയ ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1,47,87,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക ഘടക പദ്ധതിയിൽ പട്ടികജാതി മേഖലയുടെ വികസനത്തിനായി 51,90,500 രൂപയും പട്ടികവർഗ മേഖലയുടെ വികസനത്തിനായി 15,60,000 രൂപയും വകയിരുത്തി. ബജറ്റ് വനിതാ ഘടക പദ്ധതിയിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി സംരംഭകത്വ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സാധ്യമാകുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത്.
ആകെ 28,12,000 രൂപയുടെ പദ്ധതികളാണ് വനിതകൾക്കായി ബജറ്റിൽ മാറ്റിവെച്ചത്. ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമായി 34,35,000 രൂപയും വയോജനങ്ങൾക്കും പാലിയേറ്റീവ് പരിചരണത്തിനുമായി 16,10,000 രൂപയും വകയിരുത്തി. ആരോഗ്യരംഗത്ത് ബ്ലോക്ക് പരിധിയിൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് ഒരു ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നതിനും ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് 30 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനന്തസാധ്യതകളും MLA ഫണ്ടിൻ്റെ ലഭ്യതയും മറ്റ് സർക്കാർ വകുപ്പുകളുടെ സംയോജന സാധ്യതയും സന്നദ്ധ സേവനവും ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയേതര പ്രവർത്തനങ്ങളിലൂടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സർവതല സ്പർശിയായ സമഗ്ര വികസനമാണ് 2024-25 വർഷത്തെ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ചന്ദ്രകാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KP രമേശൻ, AC പൗലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി M ഉല്ലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംബന്ധിച്ചു. അതിദരിദ്ര കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കാൻ ഗുൽമോഹർ പദ്ധതിയൊരുക്കി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. ചെറുതാഴത്തൊരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലൂടെയാണ് 30-ലേറെ കുടുംബങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കുക. ബജറ്റിൽ 60 ലക്ഷത്തോളം രൂപയാണ് വകയിരുത്തിയത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D വിമല ബജറ്റ് അവതരണം നടത്തി. 34,06,46,796 രൂപ വരവും 33,79,51,300 രൂപ ചിലവും 16,86,497 രൂപ മിച്ചവുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് D വിമല അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടുകൂടി നദികൾ, കായലുകൾ, കുളങ്ങൾ എന്നിവയുടെ ശുചീകരണവും പുനരുജ്ജീവനത്തിനും 45 ലക്ഷം രൂപ വകയിരുത്തി. കുളങ്ങളുടെയും ഗ്രാമീണ റോഡുകളുടെയും നിർമ്മാണം, നവീകരണം എന്നിവയ്ക്കായി 64 ലക്ഷം രൂപയും ഇരിനാവ് മിനി സ്റ്റേഡിയത്തോട് ചേർന്ന് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് 7 ലക്ഷം രൂപയും വകയിരുത്തി. ഉൽപാദന മേഖലയ്ക്കായി ബജറ്റിൽ 1 കോടി രൂപയും പുഴയോരങ്ങളിൽ മുള വെച്ച് പിടിപ്പിക്കുന്നതിന് ഹരിതതീരം പദ്ധതിക്കായി 2 ലക്ഷം രൂപയും ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ പേരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി പാലിന് ഇൻസെന്റീവ് നൽകുന്നതിന് ക്ഷീരധാര പദ്ധതിക്ക് 20 ലക്ഷം രൂപയും നീക്കിവെച്ചു. മത്സ്യമേഖലയിൽ കാച്ചിംഗ് ഹുക്ക് പദ്ധതിയിലൂടെ FRP വള്ളങ്ങളിലെ കേടായ വലകൾ മാറ്റി പുതിയ വല വാങ്ങുന്നതിന് 5 ലക്ഷം രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകാൻ 13 ലക്ഷം രൂപയും നൈപുണ്യ പരിശീലനത്തിന് 8 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചു. ടൂറിസം സാധ്യതകളെ നാട്ടിലും വിദേശത്തുള്ളവർക്കുമായി തുറന്നുകാട്ടുന്നതിനായി കണക്റ്റിംഗ് കല്യാശ്ശേരി എന്ന പേരിൽ വെബ്സൈറ്റ് രൂപീകരിക്കാൻ 2 ലക്ഷം രൂപയും നീക്കിവെച്ചു. 47 ലക്ഷം രൂപ ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾക്കായും ഭിന്നശേഷി കലാമേളയ്ക്ക് 2 ലക്ഷവും ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്നതിന് 5 ലക്ഷം രൂപയും ഇലക്ട്രിക് വീൽചെയർ നൽകുന്നതിന് 5 ലക്ഷം രൂപയും നീക്കിവെച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ 33 ലക്ഷം രൂപയും ബഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്നതിനായി 2 ലക്ഷം രൂപയും വകയിരുത്തി. മാതൃക ശുചിത്വ വാർഡുകളുടെ സൃഷ്ടിക്കായി 4 ലക്ഷം രൂപയും വകയിരുത്തി. വാർഡുകളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷവും കണ്ണപുരം ഖാദി കേന്ദ്രം ടോയ്ലറ്റ്, ഇരിനാവ് മിനി സ്റ്റേഡിയം ടോയ്ലറ്റ്, ചെറുതാഴം വ്യവസായ എസ്റ്റേറ്റ് ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയ്ക്കായി 27 ലക്ഷം രൂപയും വകയിരുത്തി. ആരോഗ്യം, സാംസ്കാരികം, വനിതാക്ഷേമം, പാലിയേറ്റീവ് പരിചരണം, ജെൻഡർ സൗഹൃദം തുടങ്ങിയ സർവ്വതല സ്പർശിയാണ് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രതി, മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ, ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, O വിജേഷ്, P മനോഹരൻ, താവം ബാലകൃഷ്ണൻ, C പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ 2024 കോൺഗ്രസ് നേതൃശില്പശാല നടത്തി. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് ഭവനിൽ നടന്ന ശില്പശാല കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മിഷൻ 2024 കോൺഗ്രസ് നേതൃശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ക്ലാസ് നയിച്ചു. വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്ന രീതിയിൽ ഒരു മതപരമായ രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു മാറ്റി നിർത്തി അവരിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അധികാരം കിട്ടിയതിന്റെ ഒരു ശീതളച്ചായിൽ
ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NV ശ്രീനിവാസൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ TM സദാനന്ദൻ മാസ്റ്റർ, സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ എരമം, സാജു ആന്റണി, AJ തോമസ്, P ശിവദാസ്, KP ശൈലേഷ് കുമാർ, ദീപ ഗിരീഷ്, VT ജിജോ, സ്വപ്ന റിജിൽ, ജോർജ് കുട്ടി ജോൺ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തായിനേരി കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രമുറ്റത്ത് ആനപ്പന്തൽ ഉയർന്നു. 4 വലിയ തൂണുകളിലായി ഉയർന്നു നിൽക്കുന്ന പന്തൽ കളിയാട്ടക്കാലത്തെ ചടങ്ങിനുമപ്പുറം മനോഹരമായ ദൃശ്യാനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത്. തിരിയോലയും മെടഞ്ഞ ഉണക്കോലയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പന്തലാണ് തായിനേരി കുറിഞ്ഞി ക്ഷേത്രം മുറ്റത്ത് ഉയർന്നത്. വലിയ 4 തൂണുകളിലായി ഉയർത്തിയൊരുക്കുന്ന പന്തൽ ആനപ്പന്തൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ആനയുമായി ഒരു ബന്ധവും ഈ പന്തലിനില്ല. 4 കാലിൽ ഉയരമുള്ള മൃഗമായ ആനയെ എത്ര കണ്ടാലും മതിയാകില്ലെന്ന പ്രത്യേകതയുണ്ട്. അതുപോലെയാണ് ഈ പന്തലും. ഉയർന്നു നിൽക്കുന്ന ഐശ്വര്യദായകമായ പന്തൽ നോക്കി നിന്നാൽ മതിയാകില്ല. മനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നത് കൊണ്ടായിരിക്കാം പന്തലിന് ഈ പേര് കൈവന്നത്. തായിനേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ കളിയാട്ട ആരംഭം മകരം 27-നാണ്. 27-ന് വൈകുന്നേരമാണ് കളിയാട്ട ആരംഭം. അപ്പോൾ മകരം 26-ന് ഉച്ചയോടുകൂടെ ഈ തിരുമുറ്റത്ത് സാധാരണ ക്ഷേത്രങ്ങളിൽ എന്താണോ കൊടിയേറ്റം പോലെ തന്നെ ഇവിടെ ഒരു ആനപ്പന്തലാണ്. കാവുകളിൽ സാധാരണ പന്തലാണ് ആനപ്പന്തൽ. ഈ ആനപ്പന്തൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്ന ഈ ആനപ്പന്തൽ ആനയായിട്ടൊരു ബന്ധമൊന്നിനില്ല. ഇത് വളരെ ഉയർന്നു നിൽക്കുന്ന 4 കാലിൽ ഉയർന്നു നിൽക്കുന്ന വളരെ ഐശ്വര്യത്തോടു കൂടിയ ഒരു പന്തലാണ്. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചതെന്ന് തോന്നുന്ന അത്ര രീതി അത്ര ആളതാ ചിന്തിക്കുക നോക്കുക ഇതെങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ പന്തൽ ഇന്ന് മകരം 26-ന് ഇന്ന് ഉച്ചയോടുകൂടെ പന്തൽ തിരുമുറ്റത്ത് വരും. പിന്നീട് ഈ പന്തലിടുന്ന മകരം 26-നാണ് ക്ഷേത്രമുറ്റത്ത് പന്തലുയരുക. തൊട്ടടുത്ത ദിവസം മുതൽ ക്ഷേത്രത്തിൽ കളിയാട്ടം ആരംഭിക്കുകയായി. പന്തൽ ഉയരുന്നതോടെ ക്ഷേത്രത്തിൽ കളിയാട്ടം ആരംഭിക്കുകയായി എന്ന് അർത്ഥം. നേരത്തെ തളയിട്ട് കയറിയാണ് പന്തൽ ഉയർത്തിയിരുന്നതെങ്കിൽ ബാല്യക്കാർ ഇപ്പോൾ ഏണി വെച്ച് തൂണിൽ കയറിയാണ് പന്തൽ ഉയർത്തുന്നത്. പൂർവികരിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ അറിവാണ് പന്തൽ നിർമ്മാണത്തിൻ്റേത്. ഓലയ്ക്കുള്ള കെട്ടുകൾ എവിടെയും കാണാൻ കഴിയില്ലെന്ന പ്രത്യേകതയാണ് പന്തലിനെ വ്യത്യസ്തമാക്കുന്നത്. കളിയാട്ടം കഴിഞ്ഞ് ചെറിയ ദിവസങ്ങൾക്കകം പൂരക്കാലവും ആരംഭിക്കുകയായി. അതും കഴിഞ്ഞ് മേടം 1-ന് വിഷുദിനത്തിൽ ഉദയത്തിന് മുമ്പ് പന്തൽ താഴെയിറക്കും. അത്രയും ദിവസം ക്ഷേത്രമുറ്റത്ത് തലയെടുപ്പോടെ കാഴ്ചയുടെ സുന്ദര രൂപമായി പന്തൽ ഉയർന്നു നിൽക്കും. തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുവായുധം ശനിയാഴ്ച എത്തിക്കുന്നതോടെ കുറിഞ്ഞി ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം പയ്യന്നൂരിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരനും VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥമാണ് പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്നും ആരംഭിച്ച ജാഥ പെരുമ്പയിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി അനു നാരായണൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. K ജയരാജ് അധ്യക്ഷനായി. നേതാക്കളായ M നാരായണൻകുട്ടി, MK രാജൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥൻ, VC നാരായണൻ, ശശിധരൻ, അത്തായി പത്മിനി, EP ശ്യാമള, പ്രശാന്ത് കോറോം, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, NV ശ്രീനിവാസൻ, PV പ്രിയ, നവനീത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അവതരിപ്പിച്ച ബജറ്റിൽ നൂതനങ്ങളായ പദ്ധതികൾക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കരട് ബജറ്റ് 2024-25 വരവുകൾ കെട്ടിട നികുതി 1,10,00,000, തൊഴിൽ നികുതി 40 ലക്ഷം, ആകെ നികുതി വരവുകൾ 1,50,00,000, നികുതിയേതര വരവുകൾ വാടക. ചെറുപുഴ പഞ്ചായത്തിന് 54.8 കോടി വരവും 53.3 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK ജോയി, M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, KM ഷാജി, ജോയ്സി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വനിതകൾക്ക് ഫിറ്റ്നസ് സെന്റർ, കുട്ടികളുടെ തിയേറ്റർ, കലാപരിശീലനം, കളിസ്ഥലം എന്നിവ നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങൽ, ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 28 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് 13 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 2 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി 42 ലക്ഷം രൂപയും കർഷകർക്ക് പാൽവില സബ്സിഡി നൽകാൻ 15 ലക്ഷം രൂപയും മാലിന്യ ശുചിത്വത്തിനായി 30 ലക്ഷം രൂപയും വീടുകൾ വാസയോഗ്യമാക്കാൻ 57 ലക്ഷം രൂപയും അംഗനവാടികൾക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 15 ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചു. ഇതിനു പുറമെ പട്ടികവർഗ പട്ടികജാതി വികസനത്തിനായി 46 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 45 ലക്ഷം രൂപയും നീക്കിവെച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 17 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ ക്ലാസ് മുറി നിർമ്മിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2021-22, 2022-23 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിനായി പുതിയ ക്ലാസ് മുറി നിർമ്മിച്ചത്. ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. ഈ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിൽ 10 ലക്ഷം രൂപയാണ് നമുക്ക് 2 വാർഷിക പദ്ധതികളായി ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇതിന്റെ വയറിംഗ് പ്രവർത്തികളെല്ലാം അതിനുശേഷം നമ്മൾ നിർവഹിച്ചു. തുടർന്ന് ക്ലാസ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ ഉൾപ്പെടെ വേണമെന്നുള്ള ആവശ്യം വരികയും അതിന്റെ ഭാഗമായി ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ 4 ഗവൺമെന്റ് LP സ്കൂളുകൾക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായി. സ്കൂൾ പ്രഥമാധ്യാപകൻ PR പ്രഭാകരൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N കാർത്തിയായനി, സ്കൂൾ വികസന സമിതി ചെയർമാൻ K പത്മനാഭൻ, സീനിയർ അസിസ്റ്റന്റ് KK റഹ്മത്ത്, സ്റ്റാഫ് സെക്രട്ടറി KP അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ശുചിത്വത്തിനും മാലിന്യ പരിപാലനത്തിനും ജലസംരക്ഷണത്തിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് പങ്കുവയ്ക്കാനുള്ളത്. തടസ്സമാകുന്നത് വിഭവങ്ങളുടെ കാര്യത്തിലെ പരാധീനതയാണ്. തനത് വരുമാനം നിത്യനിദാന ചെലവുകൾക്ക് മാറ്റിവെച്ചാൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുച്ഛമായ തുക മാത്രമേ വിനിയോഗിക്കാൻ ബാക്കിയുണ്ടാവൂ എന്ന നിലയാണ്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ശുചിത്വത്തിനും മാലിന്യ പരിപാലനത്തിനും ജലസംരക്ഷണത്തിനുമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അവതരിപ്പിച്ചത്. വിവിധ ഇനങ്ങളിലായി ആകെ 31,72,62,239 രൂപ വരവും 31,36,36,812 രൂപ ചിലവും 37,25,427 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ചെറുകിട വ്യവസായം എന്നീ ഇനങ്ങളിലായി 1,25,21,600 രൂപയും സേവന മേഖലയിൽ ഭവന നിർമ്മാണം, പുനരുദ്ധാരണം, ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, വനിതാ വയോജനക്ഷേമം എന്നിവയ്ക്കായി 6,56,76,012 രൂപയും പശ്ചാത്തല മേഖലയിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, ഊർജ്ജം എന്നിവയ്ക്കായി 2,18,14,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മാലിന്യ പരിപാലനത്തിനും സാമൂഹ്യ സുരക്ഷാ പരിപാടികൾക്കും തുക വകയിരുത്തി. പട്ടികജാതി ക്ഷേമത്തിന്
37,50,5000 രൂപയും പട്ടികവർഗക്ഷേമത്തിന് 66,30,5000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീലേഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK രാജൻ, MK കരുണാകരൻ മാസ്റ്റർ, K സരിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം. മാത്തലിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് LDFന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം ഏരിയയിലെ മാത്തിൽ, മാതമംഗലം, പെരിങ്ങോം, ചെറുപുഴ എന്നിവിടങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മാത്തിലിൽ നടന്ന പരിപാടി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളുടെ യൂണിയൻ അതിന് പ്രത്യേകമായ ചില അധികാരങ്ങൾ, രാജ്യരക്ഷ, അതുപോലെ തന്നെ പ്രതിരോധം, കറൻസി അച്ചടിക്കുന്നതുൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങൾ, ഇതുപോലുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ, അധികാരങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് എസ് പ്രസിഡന്റ് P ജയൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം KP കണ്ണൻ, PV വത്സല, P സജികുമാർ, VV ഭാസ്കരൻ, PP സിദിൻ, MV സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ജനകീയ കൂട്ടായ്മയിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചീമേനി കിഴക്കേക്കരയിലെ ശാന്ത പെട്ടെന്ന് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരിക്കുകയാണ്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ നിർധനരായ ശാന്തയുടെ കുടുംബത്തിന് കഴിയാത്തതിനാൽ ഉദാരമതികളുടെ സഹായം തേടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരികയാണ്. ചീമേനിയിലെ കിഴക്കേക്കരയിലെ പരേതനായ PP ഗോവിന്ദന്റെ ഭാര്യ ശാന്ത പെട്ടെന്ന് കുഴഞ്ഞുവീണതിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ മംഗലാപുരം ഫസ്റ്റ് ന്യൂറോ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരിക്കുകയാണ്. ശാന്തയുടെ ജീവൻ നിലനിർത്തുന്നതിനായി ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സകൾക്കുമായി ഏകദേശം 10 ലക്ഷത്തോളം രൂപ അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട്. ക്യാൻസർ രോഗബാധിതനായി വർഷങ്ങളോളം കിടപ്പിലായിരുന്ന ശാന്തയുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്കായി തന്നെ ഭീമമായ തുക ചിലവഴിച്ചതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടിലായ ഈ കുടുംബത്തിന് തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ശാന്ത TP അക്കൗണ്ട് നമ്പർ 40,000,13,857 IFS കോഡ് KLGB 00404227. ഗൂഗിൾ പേ നമ്പർ സനേഷ് TP 9744123835. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരുങ്കളിയാട്ടത്തിന് ഒരുങ്ങുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ കന്നിക്കൊട്ടിലും കലവറകളും നാലില പന്തലും ഒരുങ്ങുന്നു. 25 മുതൽ മാർച്ച് 3 വരെയാണ് പെരുങ്കളിയാട്ടം. പെരുങ്കളിയാട്ടം തുടങ്ങിയാൽ കന്നിക്കൊട്ടിലാണ് ഭഗവതി സാന്നിധ്യമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അകത്തുകടക്കാതെ മെടഞ്ഞ ഓല ഉപയോഗിച്ചാണ് കന്നിക്കൊട്ടിൽ നിർമ്മാണം. പാലമരത്തൂണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ദേവിയുടെ പന്തൽ മംഗലത്തിന് എത്തുന്ന ജനലക്ഷങ്ങൾക്ക് 14 നേരം അന്നപ്രസാദം ഒരുക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനാണ് കലവറകൾ സജ്ജമാക്കുന്നത്. ആചാരസ്ഥാനികർക്ക് ഭക്ഷണം നൽകാനാണ് നാലില പന്തൽ. പെരുങ്കളിയാട്ടം പൊതുമരാമത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. ഭക്ഷണശാലകൾ, അടുക്കള, അണിയറ തുടങ്ങിയവയും പണിയുവാനുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധന സാമഗ്രികൾ ഓരോന്നോരോന്നായി ആ കന്നിക്കലവറയിലേക്ക് വെക്കുകയും തുടർന്നാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും കഴകങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നൊക്കെ വരുന്ന ഈ സാധന സാമഗ്രികൾ കൊണ്ട് കലവറ നടക്കുക. കലവറ കന്നിക്കൊട്ടിലും കന്നിക്കലവറയും കൂടാതെ നാലില പന്തൽ കൂടിയുണ്ട് അതിന് തൊട്ടൊരുമി. ഈ നാലില പന്തൽ എന്ന് പറയുന്നത് ആചാരസ്ഥാനികർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേക ഇടമാണ്.
അവിടെ മറ്റാർക്കും പ്രവേശനം ഉണ്ടാവില്ല. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ ഔദിയാന്റെ ഗംഗാധരൻ, വർക്കിംഗ് ചെയർമാൻ ഉദിനൂർ KV ഗോപാലൻ, കൺവീനർ P ബാലകൃഷ്ണൻ എന്നിവരോടൊപ്പം കമ്മിറ്റി അംഗങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്നുണ്ട്. കമുക്, മുള, ഓട എന്നിവ ഉപയോഗിച്ചാണ് നാലില പന്തലും മറ്റും നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേരൂൽ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെയും മഹോത്സവത്തിന്റെയും ഭാഗമായി മെഗാ കോൽക്കളി നടന്നു. KV കുഞ്ഞിരാമൻ ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് കോൽക്കളി നടന്നത്. പേരൂൽ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെയും മഹോത്സവത്തിൻ്റെയും ഭാഗമായാണ് മെഗാ കോൽക്കളി അരങ്ങേറിയത്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് KV കുഞ്ഞിരാമൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ 82ഓളം കലാകാരികൾ പങ്കെടുത്ത മെഗാ കോൽക്കളിയാണ് അരങ്ങേറിയത്. പാണപ്പുഴച്ചാൽ സാംസ്കാരിക വനിതാവേദി, കാനായി ഉറവങ്കര ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം വനിതാവേദി, മണിയറ എടക്കാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം വനിതാവേദി, പേരൂൽ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം വനിതാവേദി എന്നീ 4 ടീമുകൾ മെഗാ കോൽക്കളിയിൽ പങ്കെടുത്തു. തുടർന്ന് തിരുവാതിരക്കളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തിരികെ വാർത്തകളിലേക്ക്. ലൈഫ് ലൈൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, വുമൻസ് ഡെന്റൽ കൗൺസിലിന്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് സിഗ്നേരയുടെയും സഹായത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലൈഫ് ലൈൻ ഫിറ്റ്നസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. ലൈഫ് ലൈൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, വുമൻസ് ഡെന്റൽ കൗൺസിലിന്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് സിഗ്നേരയുടെയും സഹായത്തോടെ സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് നമുക്കറിയാം, ഫാസ്റ്റ് ഫുഡുകളുടെ കാലത്തിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. ലൈഫ് ലൈൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ പ്രദീപൻ കണ്ടങ്കാളി അധ്യക്ഷത വഹിച്ചു. ഷാൻഡി ബാബു, ഡോക്ടർ ജയശ്രീ, ഗംഗാധരൻ പലേരി, സംഗീത ഹരീഷ്, രഹ്ന പ്രകാശ്, ഡോക്ടർ ജസ്ന, ഷാഫി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. ഡെന്റൽ ട്രോമ കെയർ വിഷയത്തിൽ ഡോക്ടർ സുജ വിനോദ്, ഗൈനക് അവയർനെസ്സിൽ ഡോക്ടർ ബാലാമണി രാജീവ്, ട്രോമ കെയറിൽ ഡോക്ടർ ജയരാജ് എന്നിവർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ മാഗസിൻ ലിബർ ഫ്ലൈ പ്രകാശനം ചെയ്തു. BPC പ്രകാശൻ മാസ്റ്റർ ഡിജിറ്റലായി പ്രകാശനം നിർവഹിച്ചു. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇംഗ്ലീഷ് വിഷയത്തിൻ്റെ പ്രാധാന്യം അടിസ്ഥാനമാക്കി കുട്ടികളുടെ സ്വന്തം രചനകൾ ഉൾക്കൊള്ളിച്ചാണ് മാന്യഗുരു UP സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാഗസിൻ ലിബർ ഫ്ലൈ തയ്യാറാക്കിയത്. മാഗസിൻ്റെ പ്രകാശനം ഡിജിറ്റലായി BPC പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ K പ്രവീൺ, PTA പ്രസിഡന്റ് PC ശ്രീജിത്ത്, മദർ PTA പ്രസിഡന്റ് KP ശ്രീജ, അശ്വിൻ കൃഷ്ണ, J ശിവനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ നടക്കും. അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവർകളാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടും നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച 4 മണിക്ക് കലവറ ഘോഷയാത്രയുണ്ടാകും. 7-ന് സമ്മേളനം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും.
ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. 8 മണിക്ക് ഭക്തിഗാന ആൽബം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് സ്മരണിക നടയരി കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്യും. 7:45 മെഗാ കൈകൊട്ടിക്കളി, 8:30 വിൽക്കലാമേള എന്നിവ നടക്കും. തിങ്കളാഴ്ച 5 മണിക്ക് കാഴ്ച, 6:30 ഭജനസന്ധ്യ, 7 മണിക്ക് ചുമർചിത്രകാരൻ ശ്രീജിത്ത് വെള്ളോറിയുടെ ചുമർചിത്രങ്ങളുടെ സമർപ്പണം, 8:30 കലാവിരുന്നുമുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സരസ്വതി മണ്ഡപം സമർപ്പണം, 7:30 കോൽക്കളി, 8 മണിക്ക് നൃത്തനിശ. ബുധനാഴ്ച വൈകിട്ട് 6:30 ഗോപുര സമർപ്പണം, 6:45 പിച്ചളവാതിൽ സമർപ്പണം, 7 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, 8:30 ഗാനമേള. MB ഷിജു, വി ദാമോദരൻ, CK ഗംഗാധരൻ, പി പ്രവീൺകുമാർ, കെ പ്രഭാകരൻ, പി രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന മാടായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂര് കാളി, പുലിയൂര് കണ്ണൻ, വിഷ്ണുമൂർത്തി തുടങ്ങിയ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുന്നേരു മലയാളം വായനശാല ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ അനീഷ് ആര്യ ഉദ്ഘാടനം ചെയ്തു. ധീരജ്, തന്മയ, സി രാജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. വനിതകൾക്കായി ജനറൽ വിഭാഗത്തിൽ 7 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഖാദി കേന്ദ്രങ്ങൾക്ക് ചർക്ക വിതരണത്തിലൂടെ പ്രസ്തുത മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ അഭിവൃദ്ധിയും കാർഷിക മേഖലയ്ക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ്. വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് പാർക്ക് ഒരുക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ വൈവിധ്യങ്ങളായ പദ്ധതികളും ബജറ്റിൽ. അതിദരിദ്ര കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കാൻ ഗുൽമോഹർ പദ്ധതിയൊരുക്കാനുള്ള നിർദ്ദേശവുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ്. ചെറുതാഴത്തൊരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലൂടെ 30-ലേറെ കുടുംബങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കും. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ 2024 കോൺഗ്രസ് നേതൃശില്പശാല. മാതമംഗലം മണ്ഡലം കോൺഗ്രസ് ഭവനിൽ നടന്ന ശില്പശാല കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രമുറ്റത്ത് ആനപ്പന്തൽ ഉയർന്നു. 4 വലിയ തൂണുകളിലായി ഉയർന്നു നിൽക്കുന്ന പന്തൽ കളിയാട്ടക്കാലത്തെ ചടങ്ങിനൊപ്പം സമ്മാനിക്കുന്നത് മനോഹരമായ ദൃശ്യാനുഭവം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.